രാജ്യത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തി അധികാരത്തിലേറിയ നടൻ സി. ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം (ടി.വി.കെ) സർക്കാർ രൂപവത്കരിച്ച് ഒരു മാസം തികയുന്നു. 6 ദശാബ്ദങ്ങൾക്ക് ശേഷം അധികാരത്തിലേറിയ തമിഴകത്തിലെ ആദ്യ കൂട്ടുകക്ഷി സർക്കാരാണിത്. വിജയ് സർക്കാരിന്റെ ആദ്യ നടപടികൾ പ്രതീക്ഷകൾ നൽകുന്നതാണെന്നാണ് പൊതുവായ അഭിപ്രായം. അതേസമയം പവർ കട്ടും കുറ്റകൃത്യങ്ങളും തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് സാവകാശം വേണമെന്നാണ് മുഖ്യമന്ത്രി വിജയ് പറയുന്നത്. മെയ് 10-നാണ് വിജയ് സർക്കാർ അധികാരത്തിലേറിയത്. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യം, സ്ത്രീ സുരക്ഷയ്ക്ക് സിംഗപ്പെൺ, പ്രത്യേക ദ്രുതകർമ്മസേന, മയക്കുമരുന്ന് നിർമ്മാർജ്ജനം എന്നീ 3 ഫയലുകളാണ് വിജയ് ആദ്യം ഒപ്പിട്ടത്. 10.5 ലക്ഷം കോടി രൂപ കടത്തിലാണ് DMK സർക്കാർ പടിയിറങ്ങിയതെന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രമിറക്കുമെന്നും വിജയ് പ്രഖ്യാപിച്ചു. പദവിയേറ്റ് 2 ദിവസത്തിനകം 717 മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടാനും ഉത്തരവിട്ടു.